Design a connecting rod for an IC engine using the following data. Cylinder bore D is equal to 125 mm. അതായത് ബോർ ഡയമീറ്റർ ഡി നമുക്ക് 125 mm ആണ് കൊടുത്തിട്ടുണ്ട്. ലെങ്ത് ഓഫ് കണക്ട് നോഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 300 mm ആണ്. മാക്സിമം ഗ്യാസ് പ്രഷർ പി 3.5 MPa. ഇത് ലെങ്ത് ഓഫ് ദ സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത് 125 mm ആണ്. മാസ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് ബാർസ്, അതിനകത്തുള്ള റെസിപ്രോക്കേറ്റിംഗ് ബാർസിൻ്റെ മാസ് 1.6 kg. എൻജിൻ സ്പീഡ് RPM-ൽ 220 RPM കൊടുത്തിട്ടുണ്ട്. അസ്യൂം സ്യൂട്ടബിൾ ഡാറ്റ. അലവബിൾ സ്ട്രെസ് ഇൻ ബോൾട്ടിൻ്റെ അലവബിൾ സ്ട്രെസ് 60 Nm². ആൻഡ് ഫോർ ക്യാപ്പിൻ്റെ അലവബിൾ സ്ട്രെസ് 80 Nm². നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഡിസൈൻ എ കണക്റ്റിംഗ് റോഡിന് ഡിസൈൻ ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ നേരത്തെ നമുക്കറിയാം അതിനകത്തൊരു 10 സ്റ്റെപ്പുണ്ട്. ഈ 10 സ്റ്റെപ്പിലുള്ള കാര്യങ്ങളെല്ലാം വി ഹാവ് ടു ഡിസൈൻ. ഓക്കെ, ഇപ്പോഴും നമ്മൾ ഇങ്ങനെ ഒരു കണക്റ്റിനോട് ഡിസൈൻ ചെയ്താൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഈ ഡയഗ്രാം വരയ്ക്കുക. അത് നമ്മുടെ ഡേറ്റ ബുക്ക് പേജ് നമ്പർ 416-ൽ ഫിഗർ 19.2. ഓക്കെ, ഡയഗ്രാമിൽ ഇതാണ് തിക്നെസ്. ഇതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് B=4. ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. ക്രോസ് സെക്ഷനാണ് ഈ വരച്ചിരിക്കുന്നത്. അതിൽ B=40 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് ഇത് 1.5T, ഇത് 1.5T, ഇത് B1/2, ഇത് തിക്നെസ്, H1=3T, H എന്ന് പറയുന്നത് 5T ആണ്. അപ്പോൾ നമുക്കറിയാം ഇത് 1.5T, ഇത് 1.5T. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 3T കിട്ടും. അത് നമുക്ക് യൂസ് ആവും. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളുക. അങ്ങനെ H1=3T ആണ്, H 5T, B ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 4T ആണ്. ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഡയഗ്രാം നിങ്ങൾ ആദ്യമേ നോക്കി അത് ഡേറ്റ ബുക്ക് പേജ് നമ്പർ 416 നോക്കി ഡയഗ്രാം വരയ്ക്കുക. എന്നിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസൈൻ പ്രൊസീജിയർ പ്രകാരം ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡയമെൻഷൻസ് ഓഫ് ക്രോസ് സെക്ഷൻ. ക്രോസ് സെക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ അതിനകത്ത് അതായത് ബ്രെഡ്ത്തും അതിൻ്റെ ഹൈറ്റ്. ഓക്കെ, അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യമേ T കണ്ടുപിടിക്കണം. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് T. അപ്പോൾ അതിനുള്ള പ്രൊസീജിയറാണ് ഈ പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഫ്രം ഡേറ്റ ബുക്ക് പേജ് നമ്പർ 416, ഇക്വേഷൻ നമ്പർ 19.3. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. സ്ട്രെസ് ഡ്യൂ ടു ആക്സിയൽ ലോഡ് σCR is equal to σC divided by 1 plus K into L by K the whole square. ഇത് സ്മാൾ k ആണ്, ഇത് ക്യാപിറ്റൽ K. ഓക്കെ, which is equal to FC by A. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇനി ഇതിനകത്ത് σCയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഫ്രം അവർ ഡേറ്റ ബുക്ക് പേജ് നമ്പർ 419 ടേബിൾ 19.1-ൽ നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ അസ്യൂം കാർബൺ സ്റ്റീൽ C.25% to 0.35%. ആ മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പം നമുക്ക് σC is equal to 316 MN/m² നമുക്ക് എടുക്കാൻ പറ്റും. ഈ MN/m² നമുക്കറിയാം, Nm/m² നമുക്ക് ഡയറക്റ്റ് എഴുതാം. ഓക്കെ, അടുത്ത അതിനകത്തുനിന്ന് നമുക്ക് A കണ്ടുപിടിക്കണം. ഏരിയ നമുക്കറിയാം. A is equal to 2 into 4T into T plus 3T into T. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡയഗ്രാമില്ലേ, ഈ ഡയഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ
2 ഇൻറ്റു 40 പ്ലസ് ടി. 40 പ്ലസ് ടി എന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥലത്തില്ലേ, മുകളിലുമുണ്ട് താഴെയുണ്ട്. അതാണ് 2 ഇൻറ്റു 40 പ്ലസ് 40 ഇൻറ്റു ടി എന്ന് എഴുതുന്നത്. 40 ഇൻറ്റു, അതായത് 2 ഇൻറ്റു 40 പ്ലസ് ടി എന്ന് എഴുതാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ 40 മേലിലും താഴെയുണ്ട്. അതാണ് 2 ഇൻറ്റു 40 പ്ലസ് 40 ഇൻറ്റു ടി എന്ന് എഴുതിയിരിക്കുന്നത്. ഈ തിക്നെസ് ഇൻറ്റു ഇത് രണ്ട് സ്ഥലത്തുണ്ട്. പ്ലസ് 3t ഇൻറ്റു 3t, അതായത് ഇത്രയും 3t ആണ്. 3t ഇൻറ്റു ടി, ഈ തിക്നെസ്. ഓക്കെ, അതാണ് നമ്മൾ ഈ ഏരിയ ഇങ്ങനെ എഴുതിയിരിക്കുന്ന കാര്യം. ഇനി അതിനകത്ത് നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 40 ഇൻറ്റു ടി 4t സ്ക്വയർ. 40 സ്ക്വയറിന് 2 8t സ്ക്വയർ പ്ലസ് 3t ഇൻറ്റു ടി എത്രയാണ്? 3t സ്ക്വയർ. അപ്പം നമുക്കറിയാം a is equal to 11t സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും ആൻസർ. ഇനി നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ സ്മാൾ k കണ്ടുപിടിക്കണം. ഫ്രം ഡേറ്റ ബുക്ക് പേജ് നമ്പർ 416, k is equal to bh square minus b1h1 cube divided by 12 into bh minus b1h1 the whole raised to 1/2. ഇക്വേഷൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ where b1/2 is equal to 1.5t ആണ്. അതിനകത്ത് നമുക്ക് എഴുതാം b1 is equal to 3t. ഈ ഡയഗ്രാം നോക്കിയാൽ b1 is equal to h1 എന്ന് നമുക്ക് മനസ്സിലാവും. therefore നമുക്കറിയാം h1 also is equal to 3t എന്ന് എഴുതാം. ഈ വാല്യൂസ് നമ്മൾ ആ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും k is equal to bക്ക് വരെ 4t ഇൻറ്റു h എന്ന് പറഞ്ഞാൽ 5t ആണ്, ദ ഹോൾ ക്യൂബ് മൈനസ് 3t ഇൻറ്റു, അതായത് b1 ഈക്വൽ ടു 3t ഇൻറ്റു h1 3t ആണ്. അപ്പോൾ 3t ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 4t ഇൻറ്റു, അത് ബി എച്ച് ആണ്. ബി എന്ന് പറയുന്നത് 4tയും h 5t ആണ്. 5t മൈനസ് b1, അതായത് 3t ഇൻറ്റു h1 3t ആണ്. അപ്പം നമുക്ക് ഹോൾ റേസ് ടു 1/2. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും is equal to 500 t raised to 4 minus 81 t raised to 4 the whole divided by 21 t square the whole raised to 1/2 എന്ന് വരും. k is equal to, പിന്നെ നമ്മൾ പിന്നെ സോൾവ് ചെയ്താൽ നമുക്ക് is equal to 409 t raised to 4 divided by 121 t raised to t square the whole raised to 1/2 എന്ന് വരും. ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ k is equal to 409 t square divided by 121 the whole raised to 1/2 എന്ന് കിട്ടും. ഇനി സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും k square is equal to 409 t square divided by 121. അതിനകത്തുനിന്ന് k is equal to root of 3.38 t എന്ന് വരും. അപ്പോൾ നമുക്ക് എഴുതാം k is equal to 1.78 t എന്ന ആൻസർ വരും. ഓക്കെ, അപ്പോൾ കെയുടെ വാല്യൂ നമുക്ക് കിട്ടും. ഇനി നമുക്കറിയാം ഫോഴ്സ് F is equal to മാക്സിമം പ്രഷർ ഇൻറ്റു ഏരിയ. മാക്സിമം പ്രഷർ തന്നിട്ടുണ്ട് 3.5 ആണ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 5/4 ഇൻറ്റു d സ്ക്വയർ. ഡിക്ക് പകരം
125ൻ്റെ സ്ക്വയർ. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും 42951.46 ഇത്രയും ന്യൂട്ടൺ എന്ന് വരും. ഇതാണ് അതിൻ്റെ ഫോഴ്സ്. ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ബക്ലിംഗ് ലോഡാണ് കണ്ടുപിടിക്കാനുള്ളത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ബക്ലിംഗ് ലോഡ്. ബക്ലിംഗ് ലോഡ് എഫ് സി ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു ഫോഴ്സ് ആണ്. അത് നമ്മൾ ഈ ഇക്വേഷനകത്തില്ല. യു ഹാവ് ടു മഗ്ഗപ്പ്. നിങ്ങൾ കാണാതെ ഇക്വേഷൻ പഠിക്കണം. ഫോർ എഫ് സി ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു ഈ പറഞ്ഞ വാല്യൂ 42951.46. അപ്പോൾ ബക്ലിംഗ് ലോഡ് എഫ് സി നമുക്ക് കിട്ടുന്നത് 2.147.573 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ എന്ന് വരും. ഇതാണ് ബക്ലിംഗ് ലോഡ്. ഇനി ഫ്രം ഡേറ്റാ ബുക്ക് പേജ് നമ്പർ 416 ഇക്വേഷൻ നമ്പർ 19.3 ഇങ്ങനത്തെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. എഫ് സി ഡിവൈഡഡ് ബൈ എ ഈസ് ഈക്വൽ ടു സിഗ്മ സി ഡിവൈഡഡ് ബൈ 1 പ്ലസ് കെ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ സ്മാൾ കെ ദ ഹോൾ സ്ക്വയർ. ഇതിൽ വേർ സ്മാൾ കെ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ്. അതിൽ ക്യാപിറ്റൽ കെ കണ്ടുപിടിക്കാനായിട്ട് അതായത് ഫ്രം ഡേറ്റാ ബുക്ക് പേജ് നമ്പർ 416 നോക്കിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ കെ ഈസ് ഈക്വൽ ടു 4/2500 എന്ന് 000 എന്ന് വാല്യൂ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഈ വാല്യൂസ് നമുക്കറിയാവുന്ന എ ഈസ് ഈക്വൽ ടു 11t² നമ്മൾ കണ്ടുപിടിച്ചു. എൽ ഈസ് ഈക്വൽ ടു 300 mm നമ്മളെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സ്മാൾ കെ നമുക്കറിയാം 1.78t നമ്മൾ കണ്ടുപിടിച്ചു. സിഗ്മ സി ഈസ് ഈക്വൽ ടു 316 Nm/mm². ഇത്രയും നമ്മൾ ഇത് നമുക്കറിയാവുന്ന വാല്യൂയാണ്. അപ്പോൾ നമ്മൾ ആ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് സിയുടെ വാല്യൂ എത്രയായിരുന്നു? എഫ് സിയുടെ വാല്യൂ 2.1475 ഇൻറ്റു 10⁵ ഇസ് ഈക്വൽ ടു സിഗ്മ സിയുടെ വാല്യൂ 316 ആണ് ഇൻറ്റു ഏരിയ. ഇവിടെ താഴെ ഉണ്ടായിരുന്നത് ക്രോസ് മൾട്ടിപ്പിൾ എപ്പോഴത്തവും മേലാവും. അതായത് ഏരിയയ്ക്ക് പകരം 11t² എന്ന് എഴുതി ഡിവൈഡഡ് ബൈ 1 പ്ലസ് കെ എന്ന് പറയുന്നത് 4/25,000 ഇൻറ്റു എൽ 300 എന്ന് കൊടുത്തിട്ടുണ്ട് ഡിവൈഡഡ് ബൈ സ്മാൾ കെക്ക് പകരം 1.78t ദ ഹോൾ സ്ക്വയർ. ഇതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും. സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. അതായത് ഞാനത് ചെയ്യാം. അതായത് 2.1475 ഇൻറ്റു 10⁵ ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1.6 ഇൻറ്റു 10⁻⁴ അതായത് ഈ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇൻറ്റു 300² ഡിവൈഡഡ് ബൈ 1.78t ദ ഹോൾ സ്ക്വയർ. എങ്ങനെ കിട്ടും? which is equal to 3476t² എന്ന് വരും. ഓക്കെ, which is equal to 3.3476t² ഇങ്ങനെ വരും. അപ്പോൾ ഇനി അടുത്തത് നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പോവുകയാണ്. ഫർദർ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. 2.1475
2.1475 into 10 raised to 5 whole into 1 plus 4.545 divided by t square is equal to 3476 t square എന്ന് വരും. ഇതിനെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് 2.1475 into 10 raised to 5 പ്ലസ് ഇതിന് മുന്നേ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 2.1475 into 4.545 the whole divided by LCM ഒക്കെ എടുക്കുമ്പോൾ t square വരും, which is equal to 3476 t square എന്ന് വരും. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് 3476 t raised to 4 minus 2.1475 into 10 raised to 5 t square minus 9.7604 is equal to 0 എന്ന് വരും. അപ്പോൾ ഇതിൽ നമുക്ക് ലെറ്റ് ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു എസ് ആയിട്ട് നമ്മൾ ഈ ടി നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആകാൻ വേണ്ടി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു എസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് 3476 ടി റേസ് 4ന് പകരം എസ് സ്ക്വയർ എന്ന് എഴുതാം, മൈനസ് 2.1475 into 10 raised to 5 എസ് ഇസ് മൈനസ് 9.7604 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അതിനകത്ത് നിന്ന് തന്നെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എസ് ഈസ് ഈക്വൽ ടു 61.78 എന്ന് വരും. അപ്പം നമുക്കറിയാം ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു എസ് ആണ്. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ്, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 61.78. അപ്പോൾ ടിയുടെ വാല്യൂ നമുക്ക് 7.86 mm എന്ന് വരും, ഇസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി 8 mm എന്നായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ടിയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 8 mm ആണ്. അപ്പോൾ പിന്നെ നമ്മൾ ആ ഡയഗ്രാമിലേക്ക് പോവുക. ആക്ച്വലി ഇനിയാണ് നമ്മൾ ഡയമെൻഷൻസ് ഓഫ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് ഡയമെൻഷൻസ് ഓഫ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇനിയാണ്. അത് ഫ്രം ഡേറ്റാ ബുക്ക് പേജ് നമ്പർ 418 എടുത്തു കഴിഞ്ഞാൽ ബി ഈസ് ഈക്വൽ ടു 4t എന്ന് അതിനകത്ത് എഴുതാം, കണ്ടുപിടിക്കാം. അതായത് എച്ച് ഈസ് ഈക്വൽ ടു 5t ആണ്. അപ്പം ബി ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു ടിയുടെ വാല്യൂ എത്രയായിരുന്നു, 8 ഈക്വൽ ടു 32 mm. അതേപോലെ എച്ച് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു 40 mm. അപ്പോൾ ഡയമെൻഷൻസ് ഓഫ് ക്രോസ് സെക്ഷൻ നമുക്ക് കിട്ടി. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ബെയറിംഗ് അറ്റ് സ്മാൾ എൻഡ് ആണ്. സ്മാൾ എൻഡിലെ ബെയറിങ്ങിൻ്റെ ലെങ്ത് ആണ് എടുത്തത്. അപ്പോൾ നമുക്കിപ്പോൾ ഡയമെൻഷൻസ് ഓഫ് ക്രോസ് സെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 40, അതായത് എച്ച് ഈസ് ഈക്വൽ ടു 5t, അത് ഡേറ്റ പേജ് നമ്പർ 418 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബി നമുക്ക് 4 ഇൻറ്റു 8 32 mm, എച്ച് 5 ഇൻറ്റു 8 40 mm കിട്ടി. അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ബെയറിംഗ് അറ്റ് സ്മാൾ എൻഡ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഫ്രം ഡേറ്റാ ബുക്ക് പേജ് നമ്പർ 417 417 ഇക്വേഷൻ 19.12a അതിൽ കൊടുത്തിട്ടുണ്ട് എൽ ഈസ് ഈക്വൽ ടു 0.45 to 0.5d എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേക്ക് എൽ ഈസ് ഈക്വൽ ടു 0.5d ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും, വിച്ച് ഈസ് ഈക്വൽ ടു 0.5 ഇൻറ്റു ഡയമീറ്റർ തന്നിട്ടിരിക്കുന്നത് 125 ആണ്. അപ്പോൾ നമുക്ക് L1 എന്ന് പറയുന്നത് 62.5 mm എന്ന് വരും. ഓക്കെ, അതായത് ലെങ്ത് ഓഫ് ബെയറിംഗ് ആയിട്ട് സ്മോൾ എൻഡ് നമുക്ക് കിട്ടി 62.5 mm. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് തേർഡ് സ്റ്റെപ്പ് 3 ഡയമീറ്റർ ഓഫ് സ്മോൾ എൻഡ്. ഡയമീറ്റർ അറ്റ് സ്മോൾ എൻഡിലെ ഡയമീറ്റർ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അതായത് ഫ്രം
ഡേറ്റാ ബുക്ക് പേജ് നമ്പർ 417, ഇക്വേഷൻ നമ്പർ 19.12b എടുത്തു കഴിഞ്ഞാൽ L1 by d is equal to 1.5 to 2. നമ്മൾ ടേക്ക് L1 by d is equal to 1.5 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ d is equal to L1 divided by 1.5 is equal to L1 നമുക്ക് കിട്ടിയ വാല്യൂ 62.5 ആയിരുന്നു. ഡിവൈഡ് ബൈ 1.5 ചെയ്യുമ്പം d ഡയമീറ്റർ ഏറ്റവും സ്മോൾ ആയിട്ട് നമുക്ക് 41.6 mm എന്ന് വരും. ഓക്കെ, അടുത്തത് ഡയമീറ്റർ. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ക്രാങ്ക് പിൻ. ക്രാങ്ക് പിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കുകയാണ്. അതായത് ഫ്രം ഡേറ്റാ ബുക്ക് പേജ് നമ്പർ 417 ഇക്വേഷൻ നമ്പർ 19.12c ഇങ്ങനത്തെ ഇക്വേഷൻ ഉണ്ട്. അതായത് dp1 is equal to 0.67 d to 0.73 d എന്ന് കൊടുത്തിട്ടുണ്ട്. ടേക്ക് അതായത് ഡി പി എന്ന് പറയുന്നത് നമുക്ക് 0.7 d ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിസിക്കൽ ടു 0.7 ഇൻറ്റു 125, ഡിയുടെ വാല്യൂ 125 ആണ്. അപ്പോൾ ഡി പി നമുക്ക് കിട്ടുന്ന വാല്യൂ 87.5 mm എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ക്രാങ്ക് പിന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. അതായത് ഡേറ്റാ ബുക്ക് പേജ് 417 ഇക്വേഷൻ നമ്പർ 19.12d എൽ പി ഈസ് ഈക്വൽ ടു 0.5 dp to 1.5 dp എന്ന് കൊടുത്തിട്ടുണ്ട്. ടേക്ക് എൽ പി ഈസ് ഈക്വൽ ടു 1 dp, അതായത് is equal to 1 into 87.5. അപ്പോൾ ലെങ്ത് ഓഫ് ക്രാങ്ക് പിൻ നമുക്ക് എൽ പി is equal to 87.5 mm എന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്. ലെങ്ത് ഓഫ് ക്രാങ്ക് പിൻ എന്ന് പറയുന്നത് is equal to r ആണ്. അതായത് is equal to ക്രാങ്ക് റേഡിയസ്. ക്രാങ്ക് റേഡിയസ് എന്ന് പറയുന്നതും ലെങ്ത് ഓഫ് ക്രാങ്ക് പിൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്രാങ്ക് റേഡിയസിൻ്റെ ആറും ആർ ഈസ് ഈക്വൽ ടു എൽ പി. ആർ ഈസ് ഈക്വൽ ടു എൽ പി ഈസ് ഈക്വൽ ടു 87.5 mm. പിന്നെ അത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ ക്രാങ്ക് പിൻ എന്ന് പറയുന്നത് ക്രാങ്ക് റേഡിയസിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനർഷ്യ ഫോഴ്സ് FI. ഓക്കെ, നമ്മുടെ ഡേറ്റാ ബുക്ക് പേജ് നമ്പർ 415 ഇക്വേഷൻ നമ്പർ 19.1b ബിയിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. FI ഈസ് ഈക്വൽ ടു W V സ്ക്വയർ ഡിവൈഡഡ് ബൈ 2GR. ഇതിനകത്ത് R എന്ന് പറഞ്ഞാൽ ക്രാങ്ക് റേഡിയസ് ആണ്. അത് നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച വാല്യൂ. V എന്ന് പറയുന്നത് 2πRm/1000 ആണ്. ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ (2πRm/60). ഓക്കെ, RM അല്ല RN, where n is equal to capital N/60. അതായത് 2200 RPM എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ 60 ചെയ്യുമ്പോൾ നമുക്ക് എന്നിൻ്റെ വാല്യൂ 36.67 RPS, അതായത് റെവല്യൂഷൻ പെർ സെക്കൻഡ് എന്ന് വരും. അതിനകത്തുനിന്ന് നമുക്ക് V കണ്ടുപിടിക്കുമ്പോൾ V is equal to 2 into pi into Rൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 87.5 mm into n എന്ന് പറയുന്നത് 36.67 ആണ്.
ഡിവൈഡ് ബൈ 1000 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും വിയുടെ വാല്യൂ 20.16 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയാണ് കിട്ടിയത്. ഓക്കെ, ഇനി ഇതിനകത്ത് ഈ ഇക്വേഷനകത്ത് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി. ദാറ്റ് ഈസ് 1.6 കിലോഗ്രാം മാസ് തന്നിട്ടുണ്ട് ഇൻറ്റു 9.8 ടൺ. നമുക്ക് ചെയ്യുമ്പോൾ 15.696 ന്യൂട്ടൺ എന്ന് വരും. ഇനി ഈ ഇക്വേഷനകത്ത് Fi ഈസ് ഈക്വൽ ടു ഡബ്ല്യു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2GRനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡബ്ല്യുവിന് പകരം 15.696 ഇൻറ്റു വിയുടെ വാല്യൂ 20.16 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ജി 9.8 ടൺ ഇൻറ്റു ക്രാങ്ക് റേഡിയസ് എത്രയായിരുന്നു? 87.6 ആണ്. ആക്ച്വലി 87.6 mm ആണ്. ബട്ട് ഇത് ഈ വി എന്ന് പറയുന്നത് ഇൻ മീറ്റർ പെർ സെക്കൻഡിൽ കിടക്കുന്നത് കൊണ്ട് നമ്മൾ ഇതിനെയും ഇൻ മീറ്ററിലാക്കണം. ഇപ്പോൾ 87.6 mm മീറ്ററിലാക്കുമ്പോൾ 10⁻³ ചെയ്യുമ്പോൾ Fi എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന വാല്യൂ 3.72 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ എന്ന് വരും. Fiയുടെ വാല്യൂ കിട്ടി. അപ്പോൾ ഇതിൽ മറക്കാതെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓർത്തുകൊള്ളുക, വെലോസിറ്റി വി ഇൻ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ബട്ട് ഇതിനകത്ത് ക്രാങ്ക് റേഡിയസ് 6 നമുക്ക് കിട്ടിയിരിക്കുന്നത് 87.6 mm ആണ്. ഇത് mmലാണ് കിട്ടുന്നത്. ഇതിനെ മീറ്ററാക്കി മാറ്റാൻ വേണ്ടിയാണ് ഇവിടെ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. ഓക്കെ, അത് മറന്നുപോയത് തെറ്റ്. ഏഴാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാക്സിമം ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കുക. മാക്സിമം ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഫ്രം ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 415 ഇക്വേഷൻ നമ്പർ 19.1c അതിനകത്ത് ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്. m ഈസ് ഈക്വൽ ടു 2FIL ഡിവൈഡഡ് ബൈ 9√3. അതായത് 2 ഇൻറ്റു Fi നമുക്ക് കിട്ടി 3.72 ഇൻറ്റു 10⁻³ ഇൻറ്റു ലെങ്ത്, അതിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 300 ഡിവൈഡഡ് ബൈ 9√3 ചെയ്യുമ്പം മാക്സിമം ബെൻഡിങ് മൊമെന്റ് നമുക്ക് 143.024 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ mm. കാര്യം ഇവിടെ 300 എന്ന് പറയുന്നത് mmൽ കിടക്കുന്നതുകൊണ്ട് ന്യൂട്ടൺ mmൽ കിട്ടുക ആൻസർ. ഇനി സ്റ്റെപ്പ് നമ്പർ 8 എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ബോൾട്ട്സ്. ഈ ബോൾട്ടിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനത്തെ നമുക്കറിയാം ഫോഴ്സ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഏരിയ ആണ്. അപ്പം Fi ഈസ് ഈക്വൽ ടു നേരത്തെ ഇക്വേഷൻ പറയുന്നുണ്ട് സിഗ്മ dB ഇൻറ്റു ഏരിയ ഓഫ് ബോൾട്ട്. അതിൽ നിന്ന് നമുക്കറിയാം സിഗ്മ dB അവർ തന്നിട്ടുണ്ട് 60 Nm/mm² ആണ് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നത് π/4 ഇൻറ്റു d² ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം A ഈസ് ഈക്വൽ ടു Fi ഡിവൈഡഡ് ബൈ സിഗ്മ dB ആണ്. അപ്പോൾ ഏരിയയ്ക്ക് വരെ നമുക്ക് π/4 d² ഈസ് ഈക്വൽ ടു സിഗ്മ dB എന്ന് പറയുന്നത് Fi എന്ന് പറയുന്നത് 3.72 ഇൻറ്റു 10⁻³ ദ ഹോൾ ഡിവൈഡഡ് ബൈ സിഗ്മ dB 60 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഡയമീറ്റർ D ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും 8.88 mm എന്ന് കിട്ടും. 8.88 mm ഇതാണ് ഡയമീറ്റർ. ഓക്കെ, ഡയമീറ്റർ ഓഫ് ബോൾട്ട് കിട്ടി. ഇനി സ്റ്റെപ്പ് നമ്പർ 9, അതായത് ഔട്ടർ ഡയമീറ്റർ. അതായത് ബോൾട്ട് വയ്ക്കുന്നതിനുള്ള ഇങ്ങനെ ബോൾട്ട് നമ്മൾ എടുത്ത് ഏറ്റുന്നത് ഇങ്ങനെയാണ്. ഇത് ബിഗ് എൻഡ് ആണെങ്കിൽ ഇത് ബോൾട്ട്, ഈ ബോൾട്ടിൽ വരുന്ന ഇവിടത്തുള്ള ഈ ഔട്ടർ ഡയാണ് കണ്ടുപിടിക്കുന്നത്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഔട്ടർ ഡയമീറ്റർ DC ഈസ് ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് ബോൾട്ട് ഡിവൈഡ് ബൈ 0.8. ഈ ഇക്വേഷൻ ഇതിനകത്തില്ല. ഇത് നിങ്ങൾ മഗ്ഗപ്പ് ചെയ്യണം, കാണാതെ പഠിക്കണം. ദെർഫോർ DC ഈസ് ഈക്വൽ ടു
ഡയമീറ്റർ ബോൾട്ട് 8.88 ഡിവൈഡഡ് ബൈ 0.8. അത് ചെയ്യുമ്പോൾ നമുക്ക് 11.1 mm എന്ന് വരും. ഓക്കെ, ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ക്യാപ്പ്. ഈ ബിഗ് എൻഡിൽ ഒരു ക്യാപ്പ് ഇട്ടാണ് നമ്മൾ നട്ടും ബോൾട്ടും ടൈറ്റ് ചെയ്യുന്നത്. ആ ക്യാപ്പിൻ്റെ തിക്നെസ് കണ്ടുപിടിക്കുക. നമ്മുടെ ഡേറ്റ ബുക്ക് പേജ് നമ്പർ 417 ഇക്വേഷൻ നമ്പർ 19.13bയിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. TC is equal to √6m divided by L3 sigma d. ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് L3 കണ്ടുപിടിക്കണം. അതായത് ഫ്രം ഡേറ്റ ബുക്ക് പേജ് നമ്പർ 418 എടുത്തു കഴിഞ്ഞാൽ L3 is equal to dp plus 2 into thickness of bearing shell plus thickness of bearing plus bolt diameter dB plus allowance. ഈ അലവൻസ് എന്ന് പറയുന്നത് 3 mm to 10 mm ആണ്. അതായത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളത് അലവൻസിനെ നമ്മൾ ഒരു 3 mm ആയിട്ടങ്ങ് കൺസിഡർ ചെയ്യുക. ഓക്കെ, എപ്പോഴേ ഓർത്തുകൊള്ളുക. 3 mm to 10 mm അലവൻസ് എടുക്കാൻ പറ്റും. നമ്മൾ 3 mm കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പം നമുക്ക് കിട്ടും L3 is equal to dp. നമുക്ക് കിട്ടിയ വാല്യൂ എത്രയായിരുന്നു? 87.5 പ്ലസ് 2 ഇൻറ്റു തിക്നെസ് ഓഫ് ബെയറിംഗ് ഷെൽ പ്ലസ് തിക്നെസ് ഓഫ് ബെയറിംഗ് നമ്മൾ 3 ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, പ്ലസ് ബോൾട്ട് ഡയമീറ്റർ 8.88 പ്ലസ് അലവൻസ് 3. അപ്പോൾ ഇതും 3 ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് L3യുടെ വാല്യൂ വിച്ച് ഈസ് ഈക്വൽ ടു 105.38 mm എന്ന് വരും. ഓക്കെ, ഇതാണ് L3യുടെ വാല്യൂ. ഇനി നമ്മൾ therefore TC is equal to √6m divided by L3 into sigma d ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ √6 into എമ്മിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 143.024 into 10⁻³ ആണ് കിട്ടിയത്. ഡിവൈഡഡ് ബൈ L3 ഇപ്പോൾ കിട്ടിയ വാല്യൂ 105.38 into സിഗ്മ ഡി അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 60 എന്ന് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. therefore TC is equal to 11.65 mm. ഓക്കെ, ഇത്രയും സ്റ്റെപ്സാണ് ഒരു കണക്കിനോട് ഡിസൈൻ ചെയ്യാനുള്ള സ്റ്റെപ്സാണ്. അപ്പോൾ ഇത് കുറച്ച് വാസ്റ്റായിട്ടുള്ളൊരു പ്രോബ്ലമാണ്, കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലമാണ്. ഇത് ഉറപ്പായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ 15 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഇത് നല്ലതുപോലെ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.